ഇന്ന് സ്വയം പ്രവാചകന്മാരായി അഭിനയിക്കുന്നവർ ബൈബിളിലെ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരല്ല. വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിനനുസരിച്ച് ദൈവത്തിനായി സംസാരിക്കുന്നു എന്ന അർത്ഥത്തിൽ പ്രവചനവരം ഇന്നും സഭയിൽ ഉണ്ട്. പ്രവാചകൻ എന്ന സ്ഥാനം ഇന്നില്ല. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വേദപുസ്തകത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തക പഠനത്തിലേക്കാണ് ഇന്നു മുതൽ നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചകൻ ആരാകുന്നു, പ്രവാചക ദൗത്യം എന്താകുന്നു തുടങ്ങിയ വിഷയങ്ങളൊക്കെ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ ഈ ക്ലാസ്സുകൾ നമ്മെ സഹായിക്കും. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവാൻ ബൈബിൾ നിരവധി പ്രാവശ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനാൽ ഈ വിഷയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടിയിരിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിനുള്ള ഒരു മുഖവരിയോടുകൂടെ ഇന്ന് നമ്മൾക്ക് ആരംഭിക്കാം. പ്രവാചകന്മാർ എന്ന് സ്വയം പേരെടുത്തിട്ടുള്ള അനേകരും ഇക്കാലത്തുണ്ട്. അവർ ആ സ്ഥാനത്തെത്തിയിരിക്കുന്നതിൻ്റെ കാരണമായി പറയുന്നത് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ചുള്ളവ പറയുവാൻ അവർക്ക് കഴിവുണ്ട് എന്നതത്രേ. തങ്ങളുടെ ക്രൂസൈഡുകളിൽ വന്നിരിക്കുന്നവരുടെ പേര് വിളിച്ചു പറയുക, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുക, അവർ പലരും നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിളിച്ചു പറയുക എന്നിത്യാദി കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ ഇങ്ങനെയുള്ളവർക്ക് ഏതോ പ്രത്യേക ദിവ്യശക്തി ഉണ്ടെന്ന് പൊതുജനം വിശ്വസിച്ച് അവരെ അംഗീകരിക്കുന്നു. എന്നാൽ അനേകർക്കുമുള്ള സംശയം, ഇന്ന് സ്വയം പ്രവാചകൻ എന്ന് പേരെടുത്തിട്ടുള്ളവർ വാസ്തവത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരാണോ? ആരായിരുന്നു ബൈബിളിലെ പ്രവാചകന്മാർ? പ്രൊഫറ്റസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വിളിച്ചു പറയുന്നവൻ എന്നാണ്. പ്രവചനം, പ്രൊഫസി എന്നതിന് ഗ്രീക്കിൽ പ്രൊഫേമി എന്ന പദം ആകുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. പ്രോ എന്ന് പറഞ്ഞാൽ മുൻപ്, ഫേമി എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, മുൻപിൽ സംസാരിക്കുക. പൊതുവെ ഇത് കേൾക്കുമ്പോൾ മനുഷ്യർ ധരിക്കുന്നത് ഒരു സംഭവത്തിനു മുന്നമേ അതേക്കുറിച്ച് അറിയിക്കുക എന്നത്രേ. എന്നാൽ ഒരു കൂട്ടത്തിനു മുൻപിൽ സംസാരിക്കുക എന്ന അർത്ഥമാകുന്നു പ്രാരംഭത്തിൽ ഈ പദത്തിനുണ്ടായിരുന്നത്. പരസ്യമായി പ്രസ്താവിക്കുക. വിഷയമല്ല ഇവിടുത്തെ കാര്യം, ആശയവിനിമയം നടത്തുന്ന വിധമാകുന്നു ഈ പദം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ദൈവത്തിൽ നിന്നും ഇപ്പോൾ നേരിട്ട് ലഭിച്ച വെളിപ്പാടാണോ, ദൈവം മുൻപ് വെളിപ്പെടുത്തിയിരുന്നത് ഒരാൾ പറയുകയാണോ എന്നത് ഇവിടെ വിഷയമല്ല. മധ്യകാലഘട്ടത്തിൽ വരെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രവാചകൻ, അതായത് പ്രോഫറ്റ് എന്ന പദത്തിന് ഭാവിയെക്കുറിച്ച് പറയുന്നവൻ എന്നൊരാശയമേ ഉണ്ടായിരുന്നില്ല. ദൈവത്തിനായി സംസാരിക്കുന്നവൻ, ദൈവത്തിന് ശബ്ദം നൽകുന്നവൻ എന്നൊക്കെ ആയിരുന്നു എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഉള്ളവർ ഈ പദം കൊണ്ട് മനസ്സിലാക്കിയിരുന്നത്. ദൈവത്തിൽ നിന്നും വെളിപ്പാടുകൾ ലഭിച്ച് സംസാരിച്ചവർ, ചിലപ്പോൾ ദൈവത്തിൽ നിന്നും നേരിട്ടും ചിലപ്പോൾ ദൈവം നേരത്തെ വെളിപ്പെടുത്തിയതിൽ നിന്നും ദൈവത്തിനായി സംസാരിക്കുന്നവർ. ഇത് കഴിഞ്ഞകാല വിഷയമാകാം, വർത്തമാനകാല വിഷയമാകാം, ഭാവി കാലത്തെ വിഷയങ്ങളുമാകാം. പഴയ നിയമത്തിൽ രാജാവിനെപ്പോലെയും പുരോഹിതനെപ്പോലെയും, പുതിയ നിയമത്തിൽ അപ്പോസ്തലനെപ്പോലെയും പ്രവാചകൻ എന്നത് ഒരു പദവിയായിരുന്നു, ഒരു സ്ഥാനമായിരുന്നു. ഇതൊരു താൽക്കാലിക പദവിയും കൂടി ആയിരുന്നു. രാജാവിനെ പോലെ പുരോഹിതനെ പോലെ ഇതും ഒരു താൽക്കാലിക പദവിയായിരുന്നു. ദൈവിക വെളിപ്പാടുകൾ രേഖപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവർ. പഴയ നിയമം എഴുതി കഴിഞ്ഞ് 400 വർഷത്തേക്ക് ഈ പ്രവാചകന്മാർ ആരും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. വീണ്ടും ദൈവം സംസാരിക്കുവാൻ ആരംഭിച്ചപ്പോൾ പ്രവാചക സ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമിടുവാൻ ദൈവം അപ്പോസ്തോലന്മാരെയും പ്രവാചകന്മാരെയും നിയമിച്ചു എന്ന് എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
അടിസ്ഥാനം ഒരിക്കൽ മാത്രം മതിയല്ലോ. ആയതിനാൽ പുതിയ നിയമത്തിലൂടെ ദൈവിക വെളിപ്പാടുകൾ നൽകപ്പെട്ടതിന് ശേഷം പ്രവാചകൻ എന്ന സ്ഥാനം സഭയിൽ നിന്നും നീക്കപ്പെട്ടു. ഇന്ന് സ്വയം പ്രവാചകന്മാരായി അഭിനയിക്കുന്നവർ ബൈബിളിലെ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാർ അല്ല. വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിനനുസരിച്ച് ദൈവത്തിനായി സംസാരിക്കുന്നു എന്ന അർത്ഥത്തിൽ പ്രവചന വരം ഇന്നും സഭയിൽ ഉണ്ട്. പ്രവാചകൻ എന്ന സ്ഥാനം ഇന്നില്ല. അതിനപ്പുറം ആ സ്ഥാനം എടുക്കുന്നവർ മനുഷ്യരെ കബളിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം മുതൽ പഴയ നിയമത്തിലെ ശേഷിക്കുന്ന പുസ്തകങ്ങൾ ബൈബിളിലെ പ്രവചന ഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്നതിനാൽ പ്രവാചക ശുശ്രൂഷ ആരംഭിച്ചത് യെശയ്യാവ് മുതൽ ആകുന്നു എന്ന അർത്ഥമല്ല. കാരണം മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങളിലും ദാവീദ് പാടിയ മശിഹാ സങ്കീർത്തനങ്ങളിലും പ്രവചനങ്ങൾ നാം കാണുന്നു. ദൈവത്തിന് പറയുവാനുള്ളത് ജനത്തോട് അറിയിക്കുവാൻ പുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും യോഗ്യത നഷ്ടപ്പെട്ടപ്പോൾ ആ അധോഗതി പിടിച്ച കാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ച മനുഷ്യരാണ് പ്രവാചകന്മാർ. മനസ്സിലായല്ലോ? ഈ പ്രവചന പുസ്തകങ്ങളിൽ ചരിത്രവും കവിതയും നിയമവും എല്ലാം നാം കാണുന്നുണ്ട്. എന്നാൽ ഇവയിൽ പലതിൻ്റെയും പ്രഥമമായ ദൂത് ഭാവിയിൽ സംഭവിക്കുവാൻ ഉള്ള കാര്യങ്ങളാണ്. യെശയ്യാ പ്രവചനം മുതൽ മലാക്കി വരെയുള്ള ഓരോ എഴുത്തുകാരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ്. ഇന്ന് നാം വളരെ കൃത്രിമമായി ഒരു വിഭജനമുണ്ടാക്കി വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും ഇവരെ തരംതിരിക്കാറുണ്ട്. എൻ്റെ വീക്ഷണത്തിൽ ഇവരൊക്കെയും വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ തന്നെ പെടും എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. അവരെ ആരെയെങ്കിലും ചെറിയ പ്രവാചകന്മാരായി കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പറഞ്ഞ കൃത്രിമമായ വിഭജനം നടത്തിയിരിക്കുന്നത് പുസ്തകത്തിൻ്റെ വലുപ്പത്തിൻ്റെ പേരിലാണ്, അല്ലാതെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് മറക്കരുത്. ചെറിയ പ്രവാചകനെന്ന് നാം പറയുന്ന ചിലർ അണുബോംബ് പോലെയാണ്. അവർ ചെറിയവർ ആയിരിക്കാം, എന്നാൽ അവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തികച്ചും ശക്തമായവ ആണെന്നതിൽ തർക്കമില്ല. വിദൂര ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഈ പ്രിയപ്പെട്ടവർ സംസാരിച്ചത്, പിന്നെയോ ഉടൻ സംഭവിക്കുവാനിരിക്കുന്ന തദ്ദേശീയമായ സംഭവങ്ങളെക്കുറിച്ചും ഇവർ സംസാരിച്ചു. മോശയിക നിയമപ്രകാരം ദൈവത്തിൻ്റെ പ്രവാചകനെന്ന് യോഗ്യത ലഭിക്കുവാൻ അവർ ഇപ്രകാരം പ്രവചിക്കണമായിരുന്നു. പുരോഹിതനും രാജാവിനും പ്രവാചകനുമുള്ള നിയമസംഹിത ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ പ്രവാചകനുള്ള നിയമസംഹിത ഞാനൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ആ പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ പ്രാദേശിക സംഭവം അതുപോലെ തന്നെ നിറവേറിയില്ലെങ്കിൽ അവനെ കള്ളപ്രവാചകനായി മുദ്രയടിക്കുകയും അങ്ങനെ അവനോട് ഇടപെടുകയും ചെയ്യുമായിരുന്നു. ദൈവാത്മപ്രേരിതമായ തിരുവെഴുത്തിൽ കള്ളപ്രവാചകൻ്റെ ദൂതൊന്നും ഇല്ലെന്നുള്ള കാര്യം നമുക്കൊക്കെ ഉറപ്പുണ്ടാകും. പ്രവചന പുസ്തകങ്ങൾ പ്രാദേശികവും നിറവേറപ്പെട്ടതുമായ സംഭവങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ യെശയ്യാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാണ് അവനെ ഒരു യഥാർത്ഥ പ്രവാചകൻ എന്ന് തിരിച്ചറിയുക? അതെ, അവൻ്റെ തദ്ദേശീയ പ്രവചനങ്ങളുടെ നിവർത്തി നോക്കി നിങ്ങൾ അവനെ തിരിച്ചറിയുമായിരുന്നു. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും പോലെ വിദൂര ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, പിന്നെയോ ഉടൻ സംഭവിപ്പാൻ പോകുന്ന തദ്ദേശ കാര്യങ്ങളെക്കുറിച്ചും അവൻ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാവ് പറഞ്ഞതായ കാര്യങ്ങൾ അവൻ്റെ നാട്ടിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ
നിശ്ചയമായും അവനൊരു കള്ളപ്രവാചകൻ എന്ന് മുദ്രകുത്തി ജനം അവനെ കല്ലെറിഞ്ഞു കൊന്നേനെയും. ഇതിനോടകം തന്നെ നിറവേറിക്കഴിഞ്ഞ പ്രാദേശിക പ്രവചനങ്ങളാൽ നിറഞ്ഞതാണ് പ്രവചന പുസ്തകങ്ങളെല്ലാം. തങ്ങൾ യഥാർത്ഥ പ്രവാചകനാണെന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരും പ്രാദേശികമായതും ഉടൻ സംഭവിപ്പാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചു. നിറവേറപ്പെട്ടതും നിറവേറിയിട്ടില്ലാത്തതുമായ പ്രവചനങ്ങളുടെ വ്യക്തമായ തരംതിരിവ് ഇവിടെ ആവശ്യമാണ്. ഏതൊരു പ്രവചനവും ആദ്യം നൽകപ്പെടുമ്പോൾ അത് നിറവേറിയിട്ടുണ്ടാവില്ല എന്നത് തീർച്ചയാണല്ലോ. അത് നൽകപ്പെട്ട സമയം മുതൽ നോക്കിയാൽ അവയിൽ അനേകവും ഇപ്പോൾ നിറവേറിയിട്ടുണ്ടാകും. ഈ പ്രവാചകന്മാർ അറിയിക്കുന്നത് ദൈവവചനമാകുന്നു എന്നതിൻ്റെ വലിയ തെളിവുകളിൽ ഒന്ന് അവർ അറിയിച്ച 100 കണക്കിന് പ്രവചനങ്ങൾ നിറവേറി എന്നുള്ളതാണ്. അതെ, അവ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കഴിഞ്ഞു. ഭാവിയെ തിട്ടമായി ഊഹിച്ചെടുക്കുവാൻ മനുഷ്യന് കഴിയില്ല. കാലാവസ്ഥാ നിരീക്ഷകർക്ക് പോലും 24 മണിക്കൂർ മുൻകൂട്ടി കാലാവസ്ഥയെക്കുറിച്ച് വ്യക്തമായി പറയുവാൻ സാധിക്കുമോ? തൻ്റെ കയ്യിൽ എല്ലാ വിധത്തിലുമുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉള്ളപ്പോൾ തന്നെയാണ് ഈ വിദഗ്ധർക്ക് ഈ ബുദ്ധിമുട്ട് എന്നോർക്കണം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഞാനും നിങ്ങളും ആകാംക്ഷയോടെ ശ്രദ്ധിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷകന് പോലും ഇസ്രായേലിൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ജീവിച്ചു പോകുവാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. കുത്തഴിഞ്ഞത് കൂടുതൽ താറുമാറാകാനേ സാധ്യതയുള്ളൂ എന്ന സിദ്ധാന്തം നിരന്തരമായി ഭാവി മുൻകൂട്ടി പറയുന്നതിൽ നിന്നും മനുഷ്യനെ വിലക്കുന്നു. നിശ്ചയമില്ലാത്തതായി അവൻ പറയുന്ന ഓരോ ഘടകങ്ങളും പ്രവചനം കൃത്യമാകുന്നതിനുള്ള സാധ്യത 50% വെച്ച് കുറയ്ക്കുന്നു. സത്യത്തെ പിന്തുടരുന്ന നിഷ്കളങ്ക മനസ്സനും ആത്മാർത്ഥതയുള്ള അന്വേഷകനും അക്ഷരാർത്ഥത്തിൽ നിറവേറിയ 100 കണക്കിന് പ്രവചനങ്ങൾ വാസ്തവമായ ആകർഷണമായിരിക്കും. ബൈബിളിൻ്റെ ഒരിക്കലും തെറ്റുപറ്റാത്ത സമ്പൂർണ്ണ ദൈവനിശ്വാസ്യതയുടെ തെളിവുകളിൽ ഒന്നത്രേ നിറവേറ്റപ്പെട്ട പ്രവചനങ്ങൾ. ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാൻ ശ്രമിക്കാം. നാളെ മഴ പെയ്യുവാൻ പോകുന്നു എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്നിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ശരിയാകാൻ പകുതി സാധ്യതയുണ്ട്. ഒന്നുകിൽ മഴ പെയ്യും, അല്ലെങ്കിൽ പെയ്യില്ല. അപ്പോൾ പകുതി ഞാൻ ശരിയാണ്. രണ്ടിലൊന്ന് സംഭവിച്ചാൽ മതിയാകൂ. എന്നാൽ ഞാൻ ആ പറഞ്ഞതിനോട് ഒരു ഘടകം കൂടി ചേർത്ത് നാളെ രാവിലെ 11 മണിക്ക് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാകാനുള്ള സാധ്യത വീണ്ടും 50% കുറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും ശരിയാകാനുള്ള സാധ്യത ഇപ്പോഴും 25% എന്നാൽ എൻ്റെ പ്രവചനം അവിടെയും നിർത്താതെ 11 മണിക്ക് തുടങ്ങുന്ന മഴ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പൂർണ്ണമായും നിലയ്ക്കും എന്നുകൂടി പറഞ്ഞാൽ ശരിയാകാനുള്ള സാധ്യത പിന്നെയും കുറയുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാകാനുള്ള സാധ്യത 12% ഉള്ളൂ. 300 പ്രവചനങ്ങൾ വരെ പറഞ്ഞ് തീർച്ചയില്ലാത്ത ഓരോ ഘടകങ്ങൾ അതിനോട് ചേർത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കറിയാം അതൊരിക്കലും അക്ഷരികമായി നിറവേറാൻ പോകുന്നില്ല എന്ന്. ഒരു മനുഷ്യനും ഇതുപോലെ ഊഹിക്കാനാവില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുവാനാവൂ. ഇത്രത്തോളം കാര്യങ്ങൾ കൃത്യമായി പറയുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ്. എന്നിട്ടും ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചുള്ള 300-ലധികം പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറുക തന്നെ ചെയ്തു. ഇത് എത്ര ആശ്ചര്യമില്ലേ? ഭൂമിയിലേക്കുള്ള ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് ദൈവം ഇത്രയേറെ പ്രവചനങ്ങൾ നൽകിയത് എന്തിന്? ഇതിന് വളരെ വ്യക്തവും യുക്തവുമായ ഒരു ഉത്തരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് അതിപ്രധാനമായ ഒരു സംഭവമായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് അവനെ ഒരിക്കലും നഷ്ടമാകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെന്ന ഇസ്രായേല്യർ ഒരിക്കലും ഉപാധി പറയുവാൻ ഇടയാകരുത്. അതുകൊണ്ട് അവനെക്കുറിച്ചും അവൻ്റെ വരവിനെക്കുറിച്ചും ദൈവം വളരെ വ്യക്തമായി അനേകം പ്രാവശ്യം മുൻകൂട്ടി പ്രവാചകന്മാരിലൂടെ പറഞ്ഞു.
ലളിതമായ വേറൊരു ഉദാഹരണത്തിലൂടെ ഞാനിത് വ്യക്തമാക്കാം. എന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് ക്ഷണിച്ചു എന്നിരിക്കട്ടെ, പ്രസംഗത്തിനായി. വേറെന്തിനും ക്ഷണിക്കാനല്ലേ? നാം തമ്മിൽ മുൻപ് ഒരിക്കലും നേരിട്ട് കണ്ട പരിചയമൊന്നുമില്ല. നാം കത്തിലൂടെയും ഫോണിലൂടെയും മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ, വീഡിയോ കോളും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ചില സമയത്ത് നാം സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, അല്ല, ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ താങ്കൾ എത്തുമ്പോൾ എങ്ങനെയാണ് താങ്കളെ തിരിച്ചറിയുന്നത്? ഞാൻ ഉടനെ മറുപടി നൽകും, ഞാൻ അടുത്ത മാസം 7-ാം തീയതി രാവിലെ 6:30 മണിക്ക് അവിടെ എത്തുന്ന ഇന്ന ട്രെയിനിൽ വരുന്നതാണ്. ഞാനൊരു കറുത്ത പാൻറ്റും ഇളം നീല ഷർട്ടുമായിരിക്കും ധരിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബാഗും മാത്രമല്ല, ഒരു ചുവന്ന സഞ്ചി തോളിലും ഉണ്ടായിരിക്കും. ഇതും മാത്രമല്ല, എൻ്റെ കയ്യിൽ കൂട്ടിലിട്ട ഒരു തത്തയും ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ച് കാണും, പ്രസംഗത്തിൻ്റെ കൂടെ ആ പണിയും ഉണ്ടോ എന്ന്. പലരും ചെയ്യുന്ന പണി തത്തയെ കൊണ്ടുപോകുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഏതായാലും ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എത്ര തിക്കാണെങ്കിലും തിരക്കാണെങ്കിലും കൂടിയും ഞാൻ ആ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ എന്നെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് തീർച്ചയാണ്, അല്ലേ? 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പഴയ നിയമം കിട്ടിയിട്ടുള്ളവരും അതിൽ പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് അറിയുകയും ചെയ്തിട്ടുള്ള ആ ഇസ്രായേൽ മക്കൾ ഒന്നുകിൽ ബേത്ലഹേമിലെ ആ വഴിയമ്പലത്തിൽ കാത്തിരിക്കുകയോ അവൻ്റെ ജനനത്തിൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ചെവിയോർത്തിരിക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. കാരണം അവർക്കാവശ്യമായ എല്ലാ വിവരങ്ങളും വ്യക്തമായി തന്നെ നൽകപ്പെട്ടിരുന്നു. അന്ന് ആ വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അന്വേഷിക്കുന്നത് കണ്ടപ്പോഴെങ്കിലും ഇസ്രായേൽ ജനത്തിന് അവനെ കാണുവാൻ അല്പം താല്പര്യം ഉണ്ടാകേണ്ടതായിരുന്നു. എന്തായാലും ഒന്ന് പോയി കണ്ടുകളയാമെന്ന് വെച്ച് ഈ വിദ്വാൻമാരുടെ ഒട്ടകപ്പുറത്ത് അവരിൽ ചിലർ കൂടി കയറി അവിടത്തോളം ചെല്ലുവാൻ അവർക്ക് തോന്നാഞ്ഞത് എന്ത്? താങ്കൾക്ക് ഇതിൽ ആശ്ചര്യം തോന്നുന്നില്ലേ? കർത്താവിൻ്റെ ആഗമനം എത്രയോ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. എത്ര വ്യക്തമായി ദൈവം ഇതേക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരു ജാതിയായി ഈ ഭൂമുഖത്തായിരുന്നതിൻ്റെ കാരണം പോലും അതായിരുന്നു. പ്രവാചകന്മാർ അങ്ങേയറ്റം ദേശസ്നേഹികളായിരുന്നു എന്നോർക്കണം. ഉന്നത സ്ഥാനങ്ങളിലെ പാപവും താണതലങ്ങളിലെ പാപവും ഒരുപോലെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവർ ശാസിച്ചു. രാഷ്ട്രത്തിന് അവർ മുന്നറിയിപ്പ് നൽകി. അഹങ്കാരികളായ ജനങ്ങളോട് തങ്ങളെ തന്നെ താഴ്ത്തുവാനും ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും അവർ ആഹ്വാനം ചെയ്തു. അവരുടെ ദൂതിൽ അഗ്നിയും കണ്ണുനീരും ഇടകലർന്നിരുന്നു. അവരുടെ ദൂത് വിനാശത്തിൻ്റെയും മ്ലാനതയുടേതും മാത്രമായിരുന്നില്ല. കാരണം അവർ യഹോവയുടെ ദിവസവും അതേ തുടർന്നുള്ള മഹത്വവും കാണുകയുണ്ടായി. അവരൊക്കെയും ഇരുട്ടിലൂടെ പുതിയൊരു ദിവസത്തിൻ്റെ പ്രഭാതത്തെ നോക്കിക്കൊണ്ടിരുന്നു. പാപത്തിൻ്റെ അന്ധകാര രാത്രിയിൽ വരുന്നതായ രക്ഷകൻ്റെ വെളിച്ചം അവർ കണ്ടു. സഹസ്രാബ്ദ രാജ്യം അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ വരുന്നതിനെ അവർ ദർശിച്ചു. പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആസ്വാദനത്തിന് മുൻപ് പ്രവാചകന്മാരുടെ ദൂത് വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ശരിയായ വീക്ഷണം പ്രാപിക്കേണ്ടത് പഴയ നിയമ പ്രവാചകന്മാരിലൂടെ വേണം. പ്രവാചകന്മാർ അതിമാനുഷ്യരല്ലായിരുന്നു എന്നുകൂടി പറയട്ടെ. അവർ നമ്മെപ്പോലെ വികാരമുള്ളവരായിരുന്നു. എന്നാൽ അവർ ദൈവത്തിനായി സംസാരിച്ചു. അവരുടെ ദൂത് ഇന്നും തെറ്റിപ്പോകാത്തതും ദൈവനിശ്വാസമായ ദൈവവചനമാണ്. ഇത് നാം ഉറപ്പായി വിശ്വസിക്കണം. ഇത് പുതിയ നിയമ എഴുത്തുകാരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. പത്രോസ് അപ്പോസ്തലൻ തന്നെ എഴുതി 1 പത്രോസ് 1:10-11 വാക്യങ്ങളിൽ, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ഇനിയും പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ ഉള്ള വാക്യങ്ങളും നാം ഇതേ അർത്ഥത്തിൽ കാണണം. പ്രവാചകവാക്യവും
അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പ്രവാചകന്മാരിൽ മിക്കവരും അവ്യക്തവും അജ്ഞാതവുമായ ഒരു ഭ്രമണപഥത്തിലൂടെ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. അവർ പ്രഘോഷിച്ച ദൂതുകളിൽ ഒരിക്കലും അവർ തങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടുവാൻ ശ്രമിച്ചിട്ടില്ല. തന്നെത്താൻ ഉയർത്തുവാനുള്ളൊരു മാർഗമായിരുന്നില്ല അവർക്ക് തങ്ങളുടെ ശുശ്രൂഷ. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള 2 പ്രവാചകന്മാർ യിരെമ്യാവും ഹോശേയയും ആയിരുന്നു. ആ പുസ്തകങ്ങളുടെ പഠനത്തിൽ അതേക്കുറിച്ച് നാം കൂടുതൽ കാണുന്നതാണ്. തന്നെക്കുറിച്ച് തന്നെ വളരെ കുറച്ച് മാത്രമേ യെശയ്യാ പ്രവാചകൻ പറയുന്നുള്ളൂ. അവൻ്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും വളരെ കുറച്ച് സൂചനകൾ മാത്രം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യെശയ്യാവിൻ്റെ ജീവിതം ഏതൊരു സമയത്തായിരുന്നു എന്നതിൻ്റെ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു യെശയ്യാവിൻ്റെ പ്രവാചക ശുശ്രൂഷ. ഇവരെല്ലാവരും യഹൂദയിലെ രാജാക്കന്മാരുമായിരുന്നു. യഹൂദ എന്ന് പറയുമ്പോൾ ഓർത്തോണം, തെക്കേ രാജ്യം, ആ ചെറിയ 2 ഗോത്രങ്ങൾ മാത്രമുള്ള ആ രാജ്യം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ സ്വന്തം വിളിയും നിയോഗവും മാത്രം നാം കാണുന്നുണ്ട്. അത്രമാത്രം. യെശയ്യാവിൻ്റെ പ്രവചനകാലം ആഭ്യന്തരമായി യഹൂദയുടെ അന്ധകാര നിബിഡമായ ദിനങ്ങൾ അല്ലായിരുന്നു. ഉസിയ, ഹിസ്കിയ എന്നീ രാജാക്കന്മാർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ വെച്ച പ്രബുദ്ധരായ ഭരണകർത്താക്കളായിരുന്നു. എങ്കിലും പ്രബലരായ അശൂര്യസ് രാജ്യം ശല്യം ചെയ്തത് കാരണം വടക്കേ രാജ്യത്ത്, അതായത് ഇസ്രായേലിൽ അന്ധകാരം വ്യാപിച്ച് കഴിഞ്ഞിരുന്നു. വടക്കേ രാജ്യം ഇതിനോടകം പ്രവാസത്തിൽ പോയി കഴിഞ്ഞിരുന്നു. യെശയ്യാ പ്രവചനം 36 മുതൽ 39 വരെ അധ്യായങ്ങളിൽ അശൂര്യ സൈന്യം യെരുശലേമിനെ വളഞ്ഞപ്പോഴത്തെ പ്രതിസന്ധിയിൽ യെശയ്യാവിൻ്റെ ശുശ്രൂഷയുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്തെ വ്യക്തിപരമായ ചുരുക്കം ചില കാര്യങ്ങൾ ഒഴികെ യെശയ്യാവ് വരുവാനുള്ള ഒരുവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ് എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത്. അതെ, ലോകത്തിൻ്റെ വെളിച്ചമായവനെ താൻ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം താൻ സ്വയം മറഞ്ഞു നിൽക്കുന്നു. ഏതൊരു പ്രസംഗകനും അനുകരിക്കുവാൻ കൊള്ളാവുന്ന നല്ലൊരു മാതൃക. ഇന്ന് പ്രവാചകന്മാരെന്ന് പറഞ്ഞു വരുന്നവരെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. യെശയ്യാവ് ദാവീദിൻ്റെ രാജകുടുംബത്തിൽപ്പെട്ടവൻ ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇത് തീർച്ചയായും തെളിയിക്കുവാൻ കഴിയാത്ത ഒരു ഊഹമാണ്. അതുപോലെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകനെക്കുറിച്ചാണെന്നുള്ള ചിന്താഗതിയും പലരും വെച്ച് പുലർത്തുന്നുണ്ട്. ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇതും ഊഹമാണ്. എന്നാൽ നവീകരണവാദികളായ വിമർശകർ അല്ലെങ്കിൽ ലിബറൽസ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയിൽ യെശയ്യാവിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ചു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നിലധികം യെശയ്യാമാരുണ്ട് എന്ന ഒരു സിദ്ധാന്തം തന്നെ അവർ സ്ഥാപിച്ചു. അവരുടെ ആ സിദ്ധാന്തപ്രകാരം 2-ാമത്തെ യെശയ്യാവും 3-ാമത്തെ യെശയ്യാവും എന്നിങ്ങനെ പല എഴുത്തുകാരാലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത് എന്നവർ വാദിക്കുന്നു. എന്നാൽ ഈ പുസ്തകത്തെ ഈ വിധത്തിൽ പിച്ചിപ്പറിക്കാൻ അനുവദിക്കേണ്ടതില്ല. കാരണം ഈ പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പുതിയ നിയമത്തിൽ ചേർത്തിട്ടുള്ള ഉദ്ധരണികൾ ഒരേ ഒരു യെശയ്യാവിൻ്റെ കർത്തൃത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. വിമർശകർ യെശയ്യാവിനെ പല കഷ്ണങ്ങളാക്കുന്നു. എന്നാൽ ചരിത്രം അവതരിപ്പിക്കുന്നത് ഒരൊറ്റ യെശയ്യാവിനെ മാത്രമാകുന്നു. 2-ാമനുമില്ല, 3-ാമനുമില്ല. എന്തിന്? കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് 1948 കണ്ടെത്തിയ ചാവുകടൽ ചുരുളും ഒരൊറ്റ യെശയ്യാവിനെയാണ് അംഗീകരിക്കുന്നത്. പിന്നെ പേരെടുക്കണമെന്നോ മനസ്സിലാക്കാൻ പ്രയാസം എന്നോ ഒക്കെ തോന്നുമ്പോൾ കുറുക്കുവഴി കണ്ടെത്തുന്ന മനുഷ്യൻ്റെ മണ്ടത്തരത്തെക്കുറിച്ച് എന്തു പറയാൻ? മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ഈ മുഖവുര തീർച്ചയായും ഏറെ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നാം യെശയ്യാ പ്രവചന പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കേണ്ടതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈബിളിൻ്റെ കേന്ദ്ര ബിന്ദു ക്രിസ്തുവാകുന്നു എന്ന കാര്യം പല പ്രാവശ്യം നാം ചിന്തിച്ചുവല്ലോ. ബൈബിളിൻ്റെ ആദ്യത്തെ എഴുത്തുകാരനായ മോശ മുതൽ അവസാന പുസ്തകം എഴുതിയ അപ്പോസ്തലനായ യോഹന്നാൻ വരെ സകല എഴുത്തുകാരും ക്രിസ്തുവിലേക്കാകുന്നു നമ്മെ നയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സമകാലികരായ എഴുത്തുകാർ പോലും നിരവധി പ്രാവശ്യം തങ്ങളുടെ എഴുത്തുകളിൽ എടുത്ത് ഉദ്ധരിക്കത്തക്ക രീതിയിൽ ക്രിസ്തുവിൻ്റെ ജനനം, മരണം, മടങ്ങിവരവ് ഇത്യാദി സംഭവങ്ങൾ വളരെ വ്യക്തതയോടെ എഴുതിയ വ്യക്തിയാണ് പ്രവാചകനായ യെശയ്യാവ്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്ന വചനങ്ങളാകുന്നു യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ളത്. ഈ പഠനത്തിൽ തുടക്കം മുതൽ മുടക്കം കൂടാതെ പങ്കെടുത്താലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.